ഹായ് ഹലോ എവ്രി വൺ. യെസ്, അപ്പോൾ നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്ത് +2 ബോർഡ് എക്സാമിലേക്ക് എത്തിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ. അപ്പോൾ ബയോളജിയിൽ നമ്മൾ +2 ബയോളജിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എങ്ങനെയൊക്കെ പഠിക്കണം, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കൺഫ്യൂഷനൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു സമയമാണ്. സോ നമുക്ക് കൺഫ്യൂഷൻ അങ്ങ് തീർത്തേക്കാം. നമുക്ക് നമ്മുടെ ബോട്ടണി സെഷനിൽ നിന്ന് കേട്ടോ, +2 ബയോളജിയിലെ ബോട്ടണി സെഷനിൽ ടോട്ടൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഓരോ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കിക്കാം. ആദ്യ ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ആ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടാവും, ഷുവർ. ഇനി ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസിൽ നിന്ന് 11 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് വരിക കേട്ടോ. 11 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് വരിക. സോ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണത്. ആൻഡ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനിൽ നിന്ന് 7 മാർക്കിനുള്ള ചോദ്യവും, അതുപോലെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ നിന്ന് ഉറപ്പായിട്ടും 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ആൻഡ് എക്കോസിസ്റ്റത്തിൽ നിന്ന് 4 മാർക്കിനുള്ള ചോദ്യം ഉണ്ടായിരിക്കും. ഇത് ബോട്ടണി സെഷൻ ആണ്. ഇതുപോലെ തന്നെ സുവോളജി സെഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ യെസ്, നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നിന്ന് 3 മാർക്ക്, ഓക്കെ, മിനിമം ആണ് 3 മാർക്ക് പറയുന്നത്. ഏകദേശം ഒരു 3 മുതൽ 5 മാർക്ക് വരെ നമുക്ക് ഏത് ചാപ്റ്ററിൽ നിന്ന് കിട്ടും? ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്ന് മാക്സിമം 7 മാർക്ക് വരെ കിട്ടാം. ഒരു 5, 6, 7 അത്രയും മാർക്ക് നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനിൽ നിന്ന് ഷുവർ 5 മാർക്ക് ഉറപ്പാണ്, 5 മാർക്കിന്റെ കിട്ടിയിരിക്കും. അതുപോലെ തന്നെ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് 6 മാർക്കാണ്. എവല്യൂഷനിൽ നിന്നും ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ നിന്നും 5 മാർക്കിനായിരിക്കും മക്കളെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. ആൻഡ് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ നിന്ന് ഷുവർ ക്വസ്റ്റ്യൻ 3 മാർക്ക്. ലാസ്റ്റ് ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ 6 മാർക്സ് മാക്സിമം ആണ്. 4 മുതൽ 6 മാർക്ക് വരെ 4 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ആ ഒരു സെഷനിൽ നിന്ന് ചോദിക്കുന്നുണ്ടാവുക. സോ ഇവിടെ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ മക്കള് വെയിറ്റേജ് കൂടി ചാപ്റ്ററുകൾക്ക് പ്രിഫറൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കുക. ബോർഡ് എക്സാം നല്ല സെറ്റ് ആയിട്ട് എഴുതുക. ദെൻ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് ബോർഡ് എക്സാംസ്.